ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. എന്താ കഴിക്കാമെന്ന് എനിക്കറിയില്ല. മമ്മ എന്ത് തരുന്നു അത് ഞാൻ കഴിക്കും. ഇപ്പോൾ അതാണ് എൻ്റെ ഒരു വെളിച്ചം പോയി ഒരു എന്താ പറയുക ഹോബി, അല്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് പറയാം. കം ഓൺ ഗായ്സ്. ഇപ്പോൾ സമയം എത്രയായെന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രഷായി. അപ്പോൾ നമുക്ക് ടൈം ചോദിക്കാം, ഇവനോട് ചോദിക്കാം. സമയം എത്രയാടാ? സമയം ഇപ്പോൾ സ്റ്റോറേജ് ഫുള്ളായി എൻ്റെ വീഡിയോ കട്ടായിപ്പോയി ഗൈസ്. ഇതാ ഇവൻ ഇവിടെ തന്നെയുണ്ട്. സമയം ഇപ്പോൾ 9:26. ഇത് എൻ്റെ മമ്മൻ്റെ ഫോണാണ്. അതിന് വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ അകത്തേക്ക് പോകാനിരിക്കുമ്പോഴാണ് ഉമ്മ പറയുന്നത് ഉമ്മാമ്മൻ്റെ ചെമ്പരത്തി ചെടിയിൽ നന്നായിട്ടൊരു പൂവുണ്ടായിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് വരാം. വേറെ എന്തെങ്കിലും സൗണ്ടൊക്കെ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. വണ്ടിയൊക്കെ പോകുന്നുണ്ടേ. ഇതാണ് എൻ്റെ വീട്. ദിസ് ഈസ് മൈ ഹൗസ്. ഇതാട്ടോ പൂവ്, നല്ലൊരു മഞ്ഞ കളറ് ചെമ്പരത്തി. കൊള്ളാം. എന്തായാലും ഇറങ്ങിയതല്ലേ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീടും പരിസരവും കാണിച്ചു തരാം. ഇത് മാമാൻ്റെ പ്രിയപ്പെട്ട മുളക്, ഇത് റോസാപ്പൂ, ആൻഡ് ഇത് സംതിങ്, ഇതിൻ്റെ പേര് ഒരു ഓട്ടോ പോകുന്ന നോക്ക്. സോറി ഗൈസ്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഭയങ്കര ഒരു സ്മെല്ലുള്ളൊരു സാധനമാണ്. യാ, ആൻഡ് ഇത് മാമാൻ്റെ വേൾഡ്, മുളകിൻ്റെ വേൾഡ്. ഇതൊക്കെ മാമാൻ്റെ വേൾഡാട്ടോ, നമ്മളാരും ഇല്ല. പിന്നെ ഇത്രയും വലിയ മരത്തിൽ ഇതുവരെ ഒരു മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ആദ്യമായിട്ട് ഞങ്ങളുടെ മുത്താണിവൻ, ഞങ്ങളുടെ സ്വത്താണിവൻ. കാരണം മാങ്ങ ഉണ്ടായിട്ടില്ല, ഇതാദ്യമായിട്ടുണ്ടാകുന്ന ഒരു മാങ്ങ. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് കായ്ഫലം തരുന്ന ഒരു വലിയവനുണ്ട്. ഇതാ സൂര്യൻ വെയിലുള്ളതുകൊണ്ട് കാണുന്നുണ്ടോയെന്നറിയില്ല. ഇതാ ഇവൻ നല്ല പഴുക്കുന്ന ഇതിനെന്താ പറയുക, ഈ മാങ്ങക്ക് എന്താ പറയുക, പേര് പറയാമെന്ന് എനിക്കറിയില്ല. ചെറിയ മാങ്ങ, വീണ് കിടപ്പുണ്ട്. ഐ വിൽ ഷോ യു. കുനിയാനൊന്നും വയ്യ, പണ്ടത്തെ പോലെ വയസ്സായി. ഇതാ ഇതിന് പഴുപ്പ് കുറച്ച് കുറവുണ്ട്, പക്ഷെ ഇങ്ങനെ നല്ല സ്മെല്ലുണ്ട്. ഇതേ ചെറിയ ഒന്നുമില്ല വെറുതെ. പിന്നെ ഇത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല സ്മെല്ലുള്ള മാങ്ങ. അതാണ് കുഞ്ഞൻ മാങ്ങ. പിന്നെ ഈ മാങ്ങ കൊണ്ട് നമുക്ക് മമ്മൻ്റെ അടുത്ത് പോവാം. രാവിലെ തന്നെ മമ്മ എന്താ കഴിക്കാൻ തന്നെ നോക്കാം. ഇതുവരെ ഞാൻ കഴിച്ചില്ല, അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. മമ്മ, അയ്യോ എൻ്റെ കണ്ണടിച്ചു പോയി. രാവിലെ തന്നെ ലേറ്റല്ലേ ഇട്ടൂടെ അല്ലേ. അപ്പോൾ ഇതാ ഈ കപ്പ് പാല്, ആൻഡ് എന്ത് കാക്കയും കോഴിയും ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ഞാൻ തോന്നുന്നു. ആ കാക്ക ഞാൻ എറിയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോട്ടെ തോന്നുന്നു എന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അതിനപ്പുറത്ത് രാവിലെ തന്നെ 2 അയൽവാസികൾ വർത്താനോ. ഉമ്മ അപ്പുറത്തെ എത്തി. ആൻഡ് എഗ്ഗ് ഇതിങ്ങനെയാണ് ഉമ്മ തന്നത്, പീൽ ചെയ്തിട്ടില്ല. ക്യാമറയിൽ കയറി പിടിച്ച്. ഇത് നമ്മൾ സ്വയം പീൽ ചെയ്യണം. പീൽ ചെയ്തിട്ട് വരാം. അപ്പോൾ എഗ്ഗ് ഞാൻ പീൽ ചെയ്തെടുത്ത്. എന്താണെന്നറിയില്ല, അത് എനിക്ക് മാത്രമാണോന്നറിയില്ല. എൻ്റെ കസിനുണ്ട്, അവന് പീൽ ചെയ്യാത്ത എഗ്ഗ് കൈകൊണ്ട് അവൻ തൊടില്ല, അവന് പീൽ ചെയ്ത് കൊടുക്കണം. ഞാൻ നേരെ തിരിച്ചാ, പീൽ ചെയ്ത എഗ്ഗ് അങ്ങനെ തൊടുന്നത് എനിക്കിഷ്ടമല്ല, എന്തൊരു ഫീലാണ്.
ഫസ്റ്റ് നമുക്ക് പാൽ കുടിക്കും. ഒരിക്കലും ചൂലൊക്കെ ഉണ്ടോ ഒന്ന് മൈൻഡ് ആക്കണം. ഞങ്ങൾ ഇരിക്കുന്നത് കിച്ചണിലൊരു സ്ലാവോ എന്താ പറയുക, ഒരു ടേബിള്, അങ്ങനെ ടേബിൾ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും 2 പേർക്ക് 4 പേർക്കൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിള് ഹോളുണ്ട്. അവിടെ പോയി എന്തെങ്കിലും ആക്കിയാൽ എന്ന് പറഞ്ഞ് ഇവിടുന്ന് തന്നെ ഫുഡ് തരാറ്. അവിടെ തരാറില്ല. ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനത്തെ ഉമ്മമാരുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഇത് ഞാൻ കഴിക്കട്ടെ, കഴിച്ചിട്ട് വരാം കേട്ടോ. ബൈ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ദോശയും പയറ് കറിയും, ചെറുപയർ കറിയും എനിക്കിഷ്ടമാണ്. ഈ പ്ലേറ്റില്ലേ, ഇത് ഞാൻ കുഞ്ഞുനാളിൽ മുതൽ ഞാൻ കഴിക്കുന്ന പ്ലേറ്റാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തള്ളല്ല, സീരിയസ്ലി. പിന്നെ കപ്പും. ഈ സ്റ്റീൽ പ്ലേറ്റ് അങ്ങനത്തെ സാധനമൊന്നും, സ്റ്റീൽ ഗ്ലാസ്, സ്റ്റീൽ പ്ലേറ്റ്, അതൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ. ഞാനിങ്ങനത്തെ പൊട്ടുന്ന പ്ലേറ്റിൽ മാത്രമേ കഴിക്കുള്ളൂ. ഗ്ലാസ് ഒന്നും. രാവിലെ ആയോണ്ടെന്ന് തോന്നുന്നു അങ്ങനെ പക്ഷികളൊക്കെ നേരത്തെ ഞാൻ എറിഞ്ഞു ഓടിക്കുമെന്ന് പറഞ്ഞ കാക്ക എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ തോന്നുന്നു. കണ്ടോ, മനഃപൂർവ്വമാണ്. ഇത് ഞാൻ വേഗം തിന്നീർക്കട്ടെ. ഇനി ഉച്ചയ്ക്ക് കാണാം. ഉച്ചയ്ക്കില്ല, എൻ്റെ ഇടയിൽ ഞാൻ വേറെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അപ്പം കാണാം. ഇപ്പം സമയം 11 മണി. നമ്മുടെ നെക്സ്റ്റ് ഐറ്റം പഴുത്ത മാങ്ങ പെരക്കിയത്. പെരക്കുന്ന എങ്ങനെയാണെന്ന് അറിയേണ്ടവർ, ഞാനിത് പെരക്കുന്ന വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. സോ നോക്കി ചെക്ക് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, മരവും മാങ്ങയും അതും നിന്ന് വീണതാ. മാങ്ങ തൂങ്ങിക്കിടക്കുന്നു. യെസ്, വണ്ടിയൊക്കെ പോകുന്നുണ്ട്. മാങ്ങേൻ്റെ വണ്ടി ഇത്. ഇനി അടുത്ത. ഹായ്. അപ്പോൾ ലഞ്ച് ടൈമായി എന്നല്ല, 3 മണിയായി. 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. മന്തിയാണ് ഇന്നത്തെ നമ്മുടെ താരം. മന്തി ആൻഡ് ജീരകവെള്ളം. ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റാണ് ജീരകവെള്ളം. കാരണം നമുക്ക് ഈ ഗ്യാസൊക്കെ ഈ പ്രഗ്നൻസി ടൈമിന് ഉണ്ടാവുമല്ലോ, ഗ്യാസ്, നെഞ്ചരിച്ചൽ ഒക്കെ ഉണ്ടാവും, ഹാർട്ട് ബേണൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ എനിക്കുണ്ട്. അപ്പോൾ ഈ ജീരകവെള്ളം കുടിച്ച് 2 മിനിറ്റ് നടക്കുകയൊക്കെ ചെയ്താൽ സെറ്റാവും. ജീരകവെള്ളം കുടിച്ചാൽ വേഗം ഡൈജസ്റ്റ് ആവും, ഗ്യാസിന് നല്ലതാണ്. അതുകൊണ്ട് ജീരകവെള്ളം ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റാണ്. ഇപ്പോൾ ചോറ് കഴിക്കാം.
എൻ്റെ ഗ്രാൻഡ് ഉണ്ടാക്കിയോണ്ട് പറയില്ല, സൂപ്പറായിട്ടുണ്ട്, കൊള്ളാം. മയണൈസ് ഞാൻ ഇപ്പോൾ കൂട്ടാറില്ല. തൈര് ആവുന്നുണ്ട്, ഇപ്പോഴാണ് തൈര് ഉണ്ടാക്കാൻ ഓടുന്നത്. ഉന്മാദതായിരം കേൾക്കുന്ന ബ്രദർ റീൽസ് കാണുന്നുണ്ട്. തൈര് കാശ് കുറേ ആൾക്കാർ പറയും പാലും ഉൽപ്പന്നങ്ങളും കഴിക്കുന്നത് നല്ലതാണ്. കുറേ ആൾക്കാർ പറയുന്നു തൈരും മോരും അങ്ങനെ കഴിക്കരുതെന്ന്. ഏതാ കറക്റ്റെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തൈര് ഇപ്പം ഇഷ്ടമാണ്. അപ്പം തൈരും കൂട്ടി ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് വരാം. കഴിഞ്ഞു ഗായ്സ്. അങ്ങനെ മന്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കി. നമുക്ക് ഉമ്മ രാവിലെ ടൗണിൽ പോയപ്പോൾ മേടിച്ചുകൊണ്ട് തന്ന ഐസ്ക്രീം ഉണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിക്കാം. ഐസ്ക്രീം വൗ വൗ. അമ്മച്ചി മന്തി തിന്നിട്ട് വയറ് ഫുള്ളാണ്, പക്ഷെ എന്നാലും ഞാൻ കഴിക്കും. അതിൻ്റെ ലാസ്റ്റ് ഒരു ഇവിടെ ചോക്ലേറ്റ് ഉണ്ടാവില്ലേ, ആ ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എത്തുന്നില്ല. എന്നോടാ കഴിയണടാ. ഇത് നേരെ വായിലേക്കിട്ട് മുഴുവനായിട്ട് ഞാൻ കഴിക്കണം. അങ്ങനെ നമ്മൾ മന്തി ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒരുറക്കൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ നല്ല മഴ എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഒരു ചെറിയൊരു മഴ, ഒരു ചെറിയൊരു തണുപ്പ്. സോ നമുക്ക് സ്നാക്കായിട്ട് ബിങ്കോ കഴിക്കാം. ചായ ഉണ്ടാക്കും, ചായ ഉണ്ടാക്കുന്നവരെ ബിങ്കോ കഴിക്കും. ഒന്നുമല്ല, ഒന്ന് നമുക്ക് അവിടെ വെക്കാം, പിന്നെ കഴിക്കാം. ഈ എഡിറ്റിംഗ് ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് വിശക്കും, അപ്പോൾ കഴിക്കാം. മഴയായതുകൊണ്ട് എവിടെയും വെളിച്ചമില്ല, അപ്പം നമുക്ക് ബിങ്കോ പൊട്ടിച്ച് കഴിക്കാം. ലേസിൻ്റെ ഈ വെറൈറ്റി സാൾട്ടഡ് ചിപ്സ്, സാൾട്ട് മാത്രം വരുന്ന ഈ വെറൈറ്റി എനിക്കിഷ്ടമാണ്. ആദ്യമൊക്കെ ഇതിൽ ഒരുപാടുണ്ടാവുമായിരുന്നു, ഇപ്പം നോക്കിയേ ദിസ് ഈസ് ടു മച്ച്. നമുക്ക് കഴിച്ചു നോക്കാം. ഇങ്ങനത്തെ ചിപ്സിൽ എല്ലാ വെറൈറ്റീസൊന്നും ഞാൻ കഴിക്കില്ല. ഇത് എൻ്റെ ഫേവറേറ്റാണ്. ആൻഡ് പിന്നെ പ്രിങ്കിൾസിൻ്റെ ഒരുവിധം എല്ലാ ഫ്ലേവേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ചായ കുടിക്കാം കേട്ടോ. നല്ല അടിപൊളി മധുരമില്ലാത്ത ചായ.
പിന്നെ നമ്മുടെ അടിപൊളി കല്ലുമ്മക്കായ്, ബീച്ച് സ്റ്റൈൽ കല്ലുമ്മക്കായാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്, വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല കോഴിക്കോട് ബീച്ചിലൊക്കെ കിട്ടുന്ന കല്ലുമ്മക്കായുണ്ട്. ഇതിൻ്റെ ക്രഞ്ചിനെസ് നോക്കാം. നല്ല ടേസ്റ്റില്ലേ. ഇപ്പം സമയം 10:30 അപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാനായി. നേരത്തെ കഴിച്ച ചായ തന്നെ ഉണ്ട്, പക്ഷെ കുറച്ച് കഴിച്ചല്ലേ പറ്റൂ, കാരണം നമ്മുടെ ബേബി ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ, ഉച്ചക്ക് മന്തി കഴിച്ചതുകൊണ്ട് കുറച്ച് വൈറ്റ് റൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല, ഇത് ബോട്ടി പിന്നെ കുറച്ച് തൈര്. യെസ്, ഇനി കഴിക്കാം. അപ്പോൾ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പം ഞാനിത് ക്വിക്ക്ലി ഒന്ന് ഫിനിഷ് ആക്കട്ടെ, എന്നിട്ട് വരാം. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഒരു കപ്പ് പാലും കൂടെ കുടിച്ച് ഇന്നത്തെ നിർത്തുകയാണ്. ഇത് ഡേറ്റ്സ് ഇട്ട് തിളപ്പിച്ച പാല. ഞാൻ അല്ലാതെ ഈത്തപ്പഴം കഴിക്കില്ല. ഇതിവിടെ വെക്കട്ടെ. ഞാൻ ഈത്തപ്പഴം ചുമ്മാതെ കഴിക്കില്ല, അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചിട്ടോ അങ്ങനെയൊന്നും ഞാൻ കഴിക്കില്ല. ഐ ഹേറ്റ് ഡേറ്റ്സ്. എനിക്ക് ഡേറ്റ്സ് ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ ശരീരം നീഡ് ഡേറ്റ്സ്. ഡേറ്റ്സ് എന്നല്ല, എനിക്ക് ബ്ലഡ് ഭയങ്കര കുറവാണ്. അതിന് ഭയങ്കര എരിവ് കേട്ടോ, അയ്യോ. പിന്നെ അപ്പോൾ ബ്ലഡ് കുറവാണ്, ഭയങ്കര കുറവാണ്. HB 10 ഉള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് രക്തം വെക്കാൻ വേണ്ടിയിട്ട്, കാരണം ഈ ടൈമിന് ബ്ലഡ് അത്യാവശ്യമായ ഒരു സാധനമാണല്ലോ, അതുകൊണ്ട് അതിന് വേണ്ടി മമ്മൻ്റെ ചെറിയൊരു ട്രിക്ക്. രാവിലെ മോർണിംഗിലില്ല, ഈ നൈറ്റ് ഞാൻ പിന്നെ കുടിക്കുന്ന പാലിൽ ഡേറ്റ്സ് ഇട്ടിട്ട് തിളപ്പിക്കും, എന്നിട്ട് പാല് മാത്രം എനിക്ക് തരും. അപ്പോൾ ഡേറ്റ്സിൻ്റെ സത്തൊക്കെ ഈ പാലിലാവും. അത്ര വലിയ കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചെറിയ എക്സ്ട്രാ മധുരം ആഡ് ചെയ്യില്ല, ഡേറ്റ്സിൻ്റെ സ്വീറ്റ്നെസ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ, ടേസ്റ്റ് അങ്ങനെ വരുന്നില്ല. അപ്പോൾ വലിയ കുഴപ്പമില്ല. അങ്ങനെ ഡേറ്റ്സ് ഇട്ട പാല്. അങ്ങനെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ആയിരിക്കും വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ചെയ്യുക. അല്ലാതെ ഇപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, എനിക്കറിയുന്ന പോലെ ഞാൻ ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ പ്രചോദനം. സോ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വേണ്ടവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇറ്റ്സ് മീ സുൽത്താന ഫർഹത്ത്. ബൈ.